Momma's dishwash liquid. Soft on hands. അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തപ്പോൾ പൊട്ടിക്കരഞ്ഞ് ഒരാള് ട്വീറ്റുമായി വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്, ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സഖ്യ സർക്കാർ കാണിക്കുന്നത് എന്നുള്ളതാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. അല്ലയോ അമിത്ഷാ, അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കഥ നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ ദ വയറിന്റെ റിപ്പോർട്ടർ പ്രശാന്ത് കനോജയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ട്വീറ്റ് ചെയ്യാത്തത്? മലയാളിയായ മാധ്യമ പ്രവർത്തകൻ സിദ്ദീഖ് കാപ്പനെ ഒരു കാരണവുമില്ലാതെ ഹാത്രസ് സന്ദർശിക്കാൻ പോകവേ മഥുരയിലെ ടോൾ ബൂത്തിൽ വെച്ച് നിങ്ങളുടെ കയ്യിൽ അധികാരമുള്ള UP പോലീസ് അവിടെ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് സംസാരിച്ചില്ല? നിങ്ങളുടെ കയ്യിൽ അധികാരമുള്ള UPയിൽ കഴിഞ്ഞ ദിവസമല്ലേ ഒരു മാധ്യമ പ്രവർത്തകനെ വെടിവെച്ച് കൊന്നത്? ആ സമയത്ത് നിങ്ങളുടെ ഈ മാധ്യമ സ്വാതന്ത്ര്യം ഏത് കുപ്പത്തൊട്ടിയിലാണ് നിങ്ങൾ കളഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്നവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യാജ പ്രചരണങ്ങൾ ഒഴുക്കിവിടുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വരും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കഥ പറഞ്ഞ്, ജനാധിപത്യത്തിന്റെ കഥ പറഞ്ഞ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കഥ പറഞ്ഞ് നിങ്ങൾ വരണം. കാരണം ജനങ്ങൾ നിങ്ങളിൽ നിന്ന് ആ വാക്ക് കേൾക്കാൻ താല്പര്യപ്പെടുകയാണ്. കാരണം നിങ്ങളാണ് അത്തരം വാക്കുകളെ ഇല്ലാതാക്കിയത്. അതെ, അർണബ് ഗോസ്വാമിയെ മഹാരാഷ്ട്ര സർക്കാർ പൂട്ടുക തന്നെ ചെയ്യും. 2018 അൻവായ് നായിക്കിന്റെ ആത്മഹത്യ കുറിപ്പിൽ വളരെ വ്യക്തമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. തനിക്ക് ഒരുപാട് പണം, കോടിക്കണക്കിന് രൂപ അർണബ് ഗോസ്വാമിയും കൂട്ടരും തരാനുണ്ട്. അർണബിന്റെ ഓഫീസ് നവീകരിച്ചതുമായി ബന്ധപ്പെട്ട് 84 ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ട് എന്ന് ആ കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അർണബ് 100% അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവൻ തന്നെയാണ്, അകത്ത് പോകേണ്ടവൻ തന്നെയാണ്. മഹാരാഷ്ട്രയിലെ ശിവസേന, കോൺഗ്രസ്, NCP സർക്കാർ അത് ഭംഗിയായി ചെയ്തിരിക്കും. കാരണം അവർ പാഠം പഠിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ DK ശിവകുമാറിനെ, ചിദംബരത്തിനെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ നിങ്ങൾ തടവറയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സംസ്ഥാനത്തിന്റെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഒരു ക്രൈം, അമ്മയും മകനും ആത്മഹത്യ ചെയ്ത വളരെ വേദനിപ്പിക്കുന്ന ഒരു ക്രൈം, ആ ക്രൈമിൽ കൃത്യമായ ഇടപെടലുള്ള ഒരാളാണ് അർണബ് ഗോസ്വാമി. അതായത് അവർ ആത്മഹത്യയിലേക്ക് പോകാനുള്ള കാരണം അർണബാണ് എന്ന് ആത്മഹത്യാ കുറിപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ആ ക്രൈമിനെ ആ സർക്കാർ മുന്നോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുരക്കുന്ന, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേട്ടപ്പട്ടിയെ പോലെ മനുഷ്യന്മാരുടെ മുന്നിലേക്ക് ആഞ്ഞു തുള്ളുന്ന ഈ മാധ്യമ പ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിക്കുന്ന അർണബ് ഗോസ്വാമിയെ അങ്ങനെ വെറുതെ വിടാൻ മഹാരാഷ്ട്ര സർക്കാർ തയ്യാറാവുകയില്ല. അർണബിനെ പിടിച്ചപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും കഥ പറഞ്ഞ് ഇനിയും നിങ്ങൾ ഇതേ വാക്കുകളാൽ വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ആ വാക്ക് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഈ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ കാത്തു നിൽക്കുകയാണ്. കാരണം അത്തരം വാക്കുകളെ അടിച്ചമർത്തിയത് നിങ്ങളാണ്. അത്തരം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഈ രാജ്യത്ത് പ്രകടിപ്പിച്ചവരെ തൂക്കിയെടുത്ത് ജയിലറയിലിട്ടത് നിങ്ങളാണ്. മാധ്യമ സ്വാതന്ത്ര്യം എന്താണെന്ന് തെളിയിച്ചവരെ നിങ്ങളുടെ അനുയായികൾ വെടിവെച്ച് കൊന്നില്ലേ? ഗൗരി ലങ്കേഷിനെ ആരാണ് വെടിവെച്ച് കൊന്നത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരല്ലേ? ആ സമയമൊന്നുമില്ലാത്ത മാധ്യമ സ്വാതന്ത്ര്യം
അർണബിനും വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. മഹാരാഷ്ട്ര സർക്കാരിനൊപ്പം മുംബൈ പോലീസിന്റെ ധീരമായ ഈ നീക്കത്തിനോടൊപ്പമാണ് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mama's dishwash liquid. Soft on hands.